നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തുവരികയാണ്. എല്ലാവരെയും പരക്കെ അടച്ചാക്ഷേപിക്കുകയല്ല. കന്യാസ്ത്രീകളായ രണ്ടുപേർ, മലയാളി കന്യാസ്ത്രീകളായ രണ്ടുപേരെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് പിടികൂടിയിരിക്കുകയാണ് പോലീസ്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് ഈ രണ്ട് മലയാളി കന്യാസ്ത്രീകളെയും റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ഈ സംഘമാണ് ഇവരെന്നാണ് മനസ്സിലാകുന്നത്. സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ആശുപത്രികളിലേക്കും ഓഫീസുകളിലേക്കും ജോലിക്കായി ദുർഗിൽ നിന്ന് 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയപ്പോഴാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കെട്ടിച്ചമച്ച കേസാണിതെന്ന് ക്രിസ്ത്യൻ സംഘടനകൾ അറിയിച്ചു. തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് റെയിൽവേ പോലീസ് കേസെടുത്ത് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ക്രിസ്ത്യൻ സംഘടനകളുടെ വാദം. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹത്തിൽ, അതായത് ഗ്രീൻ ഗാർഡൻസ് അംഗമായിട്ടുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണ് എന്നാണ് ആരോപിച്ചത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധമുയർത്തി കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയായിരുന്നു. അതേസമയം സഭയുടെ കീഴിലുള്ള ആശുപത്രികളിലേക്കും ഓഫീസുകളിലേക്കും ജോലിക്കായി ദുർഗിൽ നിന്ന് 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. പെൺകുട്ടികളും അതിലൊരാളുടെ സഹോദരനുമാണ് കന്യാസ്ത്രീകളെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ റെയിൽവേ അധികൃതർ കുട്ടികളെ ചോദ്യം ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥരിൽ ആരോ ഒരാൾ തീവ്ര ഹിന്ദുത്വ സംഘടനകളിൽപ്പെട്ട ചിലരെ വിളിച്ചു വരുത്തുകയാണെന്നാണ് ആരോപണം. പെൺകുട്ടികളെ ഒരാൾ സമ്മതപ്രകാരമല്ല എത്തിയത് എന്നും ഇവർ ആരോപിച്ചു. പെൺകുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കന്യാസ്ത്രീകൾ ഇപ്പോൾ ദുർഗയിലെ ജയിലിലാണ്. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും, അതായത് DBCI, വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് ദ ഗ്രീൻ ഗാർഡ്സ് സന്യാസഭയുടെ മേഖലാധികാരികൾ പറയുന്നുണ്ട്. അതേസമയം ഇത്തരം പ്രശ്നങ്ങൾ പതിവായതോടുകൂടി പൊതുവിടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സഭാവസ്ത്രം ഉപേക്ഷിച്ച് സാധാരണ വേഷം ധരിക്കാൻ കന്യാസ്ത്രീകൾക്ക് അനൌദ്യോഗിക നിർദ്ദേശമുണ്ട്. ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന വൈദികർക്ക് തന്നെയാണ് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇക്കാര്യങ്ങൾ നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഇത് ചെയ്യാറുണ്ടെങ്കിലും സഹോദരനൊപ്പം വരുന്ന പെൺകുട്ടികളെ ചൊല്ലി വിവാദമുണ്ടാക്കുമെന്ന് കരുതിയില്ല എന്ന് മുതിർന്ന കന്യാസ്ത്രീ പറയുന്നു. ജോലിക്ക് വരുന്ന പെൺകുട്ടികൾക്കൊപ്പം മാതാപിതാക്കളെ കൂട്ടാനും അവരുടെ യാത്രാ ചെലവ് വഹിക്കാനുമാണ് മറ്റൊരു നിർദ്ദേശം. ജാഗ്രത എന്ന നിലയിൽ ഇങ്ങനെ അനൌദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അമൃത്സറിൽ പ്രവർത്തിക്കുന്ന ഫാദർ സുരേഷ് മാത്യുവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക്, ഒരു മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇങ്ങനെ മഠത്തിലും അതുപോലെ തന്നെ ഈ ആശുപത്രിയിലും നിരവധി പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. അവർക്കൊരു പ്രധാന വരുമാന മാർഗം കൂടിയാണ് ഇവിടുത്തെ ജോലി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് ചാടി വീണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അല്ല, ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള അവർ ആരോപിക്കുന്നത് പോലെ തന്നെയുള്ള പേടിപ്പിക്കുന്ന ചില സത്യാവസ്ഥകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കൃത്യമായി തന്നെ രണ്ടു ഭാഗവും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങളിലേക്ക് എത്താം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇത്തരമൊരു വാർത്ത വന്നിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു.